നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം കണ്ടായിരുന്നു. സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ കണ്ടായിരുന്നു. ഇപ്പം ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സി പ്രോഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ്. എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം എഴുതുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓരോ വാക്കിനും ഓരോ സ്പെസിഫിക് മീനിങ് ഉണ്ട് ഈ സി പ്രോഗ്രാം എഴുതുമ്പം. ഇപ്പം നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുവാണെങ്കിൽ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് പഠിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ആൽഫബറ്റ്, അക്ഷരങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇതിനും അതുപോലെ തന്നെ അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കാം അതൊക്കെ ഏത് കാറ്റഗറിക്കകത്താണ് ഈ ആൽഫബറ്റ്സ് ഒക്കെ നമുക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ക്യാരക്ടർ സെറ്റ്. സി ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ക്യാരക്ടറുകളുടെ ഒരു കൂട്ടത്തിനെ തന്നെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. എ ക്യാരക്ടർ ഡിനോട്ട്സ് എനി ആൽഫബറ്റ്, ഡിജിറ്റ് ഓർ സ്പെഷ്യൽ സിമ്പിൾ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൽഫബറ്റ്, ഡിജിറ്റ്, സ്പെഷ്യൽ സിമ്പിൾ എന്നിവയും നമ്മൾ ക്യാരക്ടർ എന്ന് വിളിക്കാം. The table below shows the valid alphabets, numbers and special symbols allowed in C. അപ്പം നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ആൽഫബറ്റ്സും നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A to Z വരെയും സ്മോൾ ലെറ്റർ A to Z വരെയുമാണ് നമ്മൾ ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഡിജിറ്റ് എന്ന് വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ സിമ്പിൾസ്, സിക്കകത്ത് കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസും കൂടെ അലൗഡാണ്. അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ താഴെ തന്നേക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കോളൻ യൂസ് ചെയ്യുന്നത് ലേബിൾസിന് വേണ്ടിയും സെമി കോളൻ ഒക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റിനെ ടെർമിനേറ്റ് ചെയ്യാനും, ഹാഷ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിന് വേണ്ടിയും, കോമ യൂസ് ചെയ്യുന്നത് വേരിയബിൾ സെപ്പറേറ്റർ ആയിട്ടും, പിന്നെ കേർലി ബ്രേസ് യൂസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്കോപ്പിനെ കാണിക്കാനും, സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് അറേ ഡിക്ലറേഷന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റ് ആകാം, ഡിജിറ്റ് ആകാം, സ്പെഷ്യൽ സിമ്പിൾസ് ആകാം. ഇതിനെ എല്ലാത്തിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് സി ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് സി ടോക്കൺസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെ നമ്മൾ സി ടോക്കൺസ് എന്ന് പറയുന്നു. അപ്പം ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു കെട്ടിടത്തിന് തന്നെ നമുക്കെന്താ പല പല ഭാഗങ്ങളുണ്ടല്ലേ. അപ്പം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാണ് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സി ടോക്കൺസിനകത്ത് യൂസ് ചെയ്യുന്നത്. In a C source program, the basic element recognized by the compiler is the token. A token is source program text that the compiler does not break down into component elements. അപ്പം നമ്മൾ സി ടോക്കൺ കാണുമ്പോൾ നമ്മുടെ സി പ്രോഗ്രാം കമ്പൈലർ ഈ എലമെൻസിനെ ഒന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. സി ടോക്കണായിട്ട് തന്നെയാണ് സി പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഒരു സോഴ്സ് പ്രോഗ്രാം കൺസിഡർ ചെയ്യുന്നത്. സി ടോക്കൺസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സി ലാംഗ്വേജ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ടുഗെദർ ടു റൈറ്റ് എ സി പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഈ സി ലാംഗ്വേജിന് തന്നെ ബേസിക് കുറേ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സി പ്രോഗ്രാം തന്നെ ഡെവലപ്പ് ആവുന്നത്. ഒരു സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ സി ടോക്കണുകളുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്സിനെ തന്നെയാണ് നമ്മൾ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സി പ്രോഗ്രാമിനെ നമ്മൾ 6 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 കീവേഡ്, 2 ഐഡൻറ്റിഫയേഴ്സ്, 3 കോൺസ്റ്റൻസ്, 4 സ്ട്രിങ്സ്,
5 സ്പെഷ്യൽ സിമ്പിൾസ്, 6 ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഒരു സി ടോക്കൺസിനെ നമ്മൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് ഇപ്പം നോക്കാൻ പോകുന്നത്. കീവേഡ്സ് എന്ന് പറയുമ്പം ഇൻറ്റ്, വൈൽ ഇങ്ങനെയൊക്കെയുള്ള കീവേഡ്സാണ്. ഇതൊക്കെ കീവേഡ്സാണ്. കീവേഡ്സ് എന്ന് പറയുന്നത് തന്നെ സിസ്റ്റം റിസർവ്ഡ് വേർഡ്സ് വിത്ത് സ്പെഷ്യൽ മീനിങ്. അപ്പം സിസ്റ്റം ഓൾറെഡി എഴുതി വച്ചേക്കുന്ന വേർഡ്സാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഒരു വെള്ളം ചേർക്കാനൊന്നും പറ്റത്തില്ല. ഡയറക്റ്റ് ആ വാക്ക് തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ ഒരു സി പ്രോഗ്രാം യൂസ് ചെയ്യുമ്പം മെയിനിനകത്താണ് പ്രോഗ്രാം കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പം മെയിൻ, ടോട്ടൽ എന്ന് പറയുന്നതൊക്കെ ഓരോ ഐഡൻറ്റിഫയേഴ്സാണ്. ഓരോ വാക്കിനെയും തിരിച്ചറിയാൻ വേണ്ടി, ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി അല്ലേ, ഓരോ സെക്ഷനെയും തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് മെയിൻ, ടോട്ടൽ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് കോൺസ്റ്റൻസ് ഉണ്ട്. കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആകാം, ഫ്ലോട്ട് കോൺസ്റ്റൻസ് ആകാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10, 20 എന്നൊക്കെ പറയുന്ന നമ്പറുകൾ ഓരോ കോൺസ്റ്റൻറ്റുകളാണ്. നെക്സ്റ്റ് സ്ട്രിങ്സ്. ടോട്ടൽ, ഹലോ എന്നൊക്കെ പറയുന്നത് ഓരോ സ്ട്രിങ് ആണ്, ഓരോ വേർഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ടോട്ടൽ, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്സ്. ഇപ്പം നമ്മൾ ഒരു സ്പേസ് ഇല്ലാതെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൽഫബറ്റിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു കേളി ബ്രേസ് ആകാം, ബ്രാക്കറ്റ് ആകാം, എന്തും സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്. പ്ലസ്, ഹാഷ്, മൈനസ്, ഇൻറ്റു ഇതൊക്കെ സി പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. ഇതെല്ലാം കൂടെ കൂടിയതാണ് ഒരു സി ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ സി ടോക്കണിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇൻറ്റ് മെയിൻ, ഇൻറ്റ് എക്സ്, വൈ, ടോട്ടൽ, എക്സ് = 10, വൈ = 20, ടോട്ടൽ = എക്സ് പ്ലസ് വൈ, സെമിക്കോളൻ, പ്രിൻ്റ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ടോട്ടൽ %d/n ടോട്ടൽ സെമിക്കോളൻ. അപ്പം നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് ഒന്ന് നോക്കാം. ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ തന്നെ കേർലി ബ്രാക്കറ്റ് എന്ന് പറയുന്നതൊക്കെ ഡീലിമിറ്ററുകളാണ്. ഡീലിമിറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എ ഡീലിമിറ്റർ ഇസ് എ സീക്വൻസ് ഓഫ് 1 or more characters used to specify the boundary between separate independent regions in plain text or other data streams. An example of a delimiter is the comma character, which acts as a field delimiter in a sequence of comma separated values. അപ്പോൾ ഡീലിമിറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സ്ട്രീംസിൻ്റെ ബൗണ്ടറീനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഡീലിമിറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കോമ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡീലിമിറ്ററാണ്. A delimiter is a unique character or sequence of characters that indicate beginning or end of a specific statement, string or function body set. അപ്പോൾ ഒരു ഡീലിമിറ്റർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ എൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡീലിമിറ്റേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്നത്. സെമിക്കോളനും ഫുൾ കോളനും ഹാഷും കോമ, കേർലി ബ്രേസസ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇതൊക്കെ ഓരോ ഡീലിമിറ്ററായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ഈ കീവേഡ് എന്ന് പറയുമ്പം സിസ്റ്റം നേരത്തെ റിസർവ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന വേർഡാണ്. അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ട്, അതുകൊണ്ട് നമുക്കത് മാറ്റാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറേ സിസ്റ്റം റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്, അതൊരു ഡേറ്റ ടൈപ്പാണ്. ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡുമാണ്, ഡാറ്റ ടൈപ്പ് ഒക്കെയാണ്. ഇത് ആദ്യമേ അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് എക്സ്, വൈ, ടോട്ടൽ ഇതൊക്കെ ഓരോ ഐഡൻറ്റിഫയറുകളാണ്. ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ നെയിംസാണ്, വേരിയബിൾ നെയിംസാണ് ഈ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ, കേർലി ബ്രേസസ്, ബ്രാക്കറ്റ്,
ഇതൊക്കെ ടോക്കണുകളാണ്. ടോക്കൺ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പഠിച്ചായിരുന്നല്ലേ ടോക്കൺ എന്താന്ന്. ഇനി ഓരോ ടോക്കണിൻ്റെയും ഓരോ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് വൺ, കീവേഡ്. കീവേഡ് എ വേരിയബിൾ ഇസ് എ മീനിങ്ഫുൾ നെയിം ഓഫ് ഡാറ്റ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. വെൻ യൂസിങ് എ വേരിയബിൾ യു റെഫർ ടു മെമ്മറി അഡ്രസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ കീവേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു മീനിങ്ഫുൾ നെയിമാണ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വേരിയബിളിൻ്റെ മീനിങ് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു കീവേഡ് എഴുതുവാണെങ്കിൽ അപ്പോഴേ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നോക്കും എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ആ ഡാറ്റയുടെ നെയിം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ആദ്യമേ സിസ്റ്റം ചെക്ക് ചെയ്യും. ഇനി നെക്സ്റ്റ്, കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ്സ് ആർ എക്സ്പ്രഷൻ വിത്ത് എ ഫിക്സഡ് വാല്യൂ. അപ്പോൾ എന്താ, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനുകളാണ്, അതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു നമ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ എൻഡ് വരെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫയർ. ദ ടേം ഐഡൻറ്റിഫയർ ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ വേരിയബിൾ നെയിംസ്. അപ്പം വേരിയബിൾ നെയിംസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാധാരണ ഐഡൻറ്റിഫയേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്ട്രിങ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഹലോ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അതിനെ നമുക്ക് സ്ട്രിങ് ഡബിൾ കോഡ്സിൽ ഹലോ എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. ഇനി നെക്സ്റ്റ്, സ്പെഷ്യൽ സിമ്പിൾസ് അതർ ദാൻ ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ് ആൻഡ് വൈറ്റ് സ്പേസസ്. അപ്പോൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുമ്പം ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, വൈറ്റ് സ്പേസ് ഇതൊഴികെയുള്ള സിമ്പിൾസിനെയാണ് നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഓപ്പറേറ്റേഴ്സ്. എ സിമ്പിൾ ദാറ്റ് റെപ്രസെൻറ്റ് എ സ്പെസിഫിക് മാത്തമെറ്റിക്കൽ ഓർ നോൺ മാത്തമെറ്റിക്കൽ ആക്ഷൻ. ഒരു മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ നോൺ മാത്തമെറ്റിക്കൽ ആക്ഷനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന സിമ്പിളിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. എന്തിനാ, എ ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂ അല്ലെങ്കിൽ 3, 4 എന്ന് പറയുന്ന രണ്ട് വാല്യൂസിനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് പ്ലസ് അല്ലെങ്കിൽ അഡീഷണൽ ഓപ്പറേറ്റർ. ഇനി താഴെ തന്നേക്കുന്ന ടേബിൾ നോക്കിക്കേ. ടോക്കൺ എക്സാമ്പിൾ തന്നേക്കുവാണ്. ഇതിനകത്ത് കീവേഡ് എന്ന് പറയുന്നത് ഡു വൈൽ എന്നൊക്കെ പറയുന്ന കീവേഡാണ്. അത് സിസ്റ്റം റിസർവ്ഡ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ ഒരിക്കലും മാറുകയില്ല. നെക്സ്റ്റ്, കോൺസ്റ്റൻസ് എന്ന് പറയുമ്പം -76, 89 ഇതൊക്കെ ഓരോ കോൺസ്റ്റൻറ്റുകളാണ്. ഇനി നെക്സ്റ്റ്, ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പം നമ്പർ, സമ്മ്. അപ്പം നമ്മൾ നമ്പർ അല്ലെങ്കിൽ സമ്മിനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഓരോ വേരിയബിൾസാണ് നമ്പർ അല്ലെങ്കിൽ സമ്മ്. അതിനെ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി സ്ട്രിങ്, ഡബിൾ കോഡ്സിൽ HTF, ഡബിൾ കോഡ്സിൽ PRIT ഇതൊക്കെ ഓരോ സ്ട്രിങ്ങുകളാണ്. ഇനി നെക്സ്റ്റ്, സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാറും അറ്റുമാണ് തന്നേക്കുന്നത്. ഇതൊക്കെ സ്പെഷ്യൽ സിമ്പിളുകളാണ്. നെക്സ്റ്റ്, ഓപ്പറേറ്റേഴ്സ്, +++, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്, ++, ഹാഷ്. ഇതൊക്കെ ഓരോ ഓപ്പറേറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഓപ്പറേറ്ററുകളാണ്. നമ്മൾ ടോക്കൺസ് എന്താണെന്ന് പറഞ്ഞു. അപ്പം ടോക്കൺസ് 6 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 ടൈപ്പ് ഓഫ് ടോക്കൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്, കീവേഡ്സ്. കീവേഡ്സ് ആർ വേർഡ്സ് ദാറ്റ് കൺവേ എ സ്പെഷ്യൽ മീനിങ് ടു ദ കമ്പൈലർ. ദ കീവേഡ്സ് cannot be used as a variable name because by doing so we are trying to assign a new meaning to the keyword which is not allowed. അപ്പം എന്ന് പറയുന്നത് സിസ്റ്റം റിസർവ്ഡ് വേർഡ്സ് ആണ്. അതിനൊരു കമ്പൈലർ ഒരു സ്പെഷ്യൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീനിങ്സിനെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ കീവേഡ്സ് എല്ലാം ലോവർ കേസ് ലെറ്റേഴ്സിലാണ് എഴുതിയേക്കുന്നത്. അപ്പം സിസ്റ്റം ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ചില കീവേഡ്സ് ആണ് ഈ താഴെ തന്നേക്കുന്നത്. അതൊരിക്കലും അതിൻ്റെ വാല്യൂ റൺ ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ്, ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസ്ഡ് ആസ് എ ജനറൽ ടെർമിനോളജി ഫോർ ദ നെയിംസ് ഓഫ് വേരിയബിൾസ്, ഫങ്ഷൻ ആൻഡ് അറേസ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്താ,
വേരിയബിൾസിൻ്റെ നെയിം, ഫങ്ഷൻസിൻ്റെ നെയിം, അറേസിൻ്റെ നെയിം, അതിനൊക്കെയാണ് നമ്മൾ സാധാരണ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ യൂസ്ഡ് ഡിഫൈൻഡ് നെയിംസ് കൺസിസ്റ്റിംഗ് ഓഫ് ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് വിത്ത് എയ്തർ എ ലെറ്റർ ഓർ അണ്ടർസ്ക്വയർ എസ് എ ഫസ്റ്റ് ക്യാരക്ടർ. അപ്പം നമ്മൾ ഒരു വേരിയബിളിന് അല്ലെങ്കിൽ ഫങ്ഷൻ അല്ലെങ്കിൽ അറേക്ക് എങ്ങനെയാണ് നെയിം കൊടുക്കേണ്ടത് എന്ന് ഉള്ളതാണ് ഈ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് എന്താ? യൂസർ ഡിഫൈൻഡ് നെയിംസ് അല്ലേ. അപ്പോൾ യൂസർ ഡിഫൈൻഡ് നെയിംസിനെയാണ് നമ്മൾ സാധാരണ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂസർ ഡിഫൈൻഡ് നെയിംസ് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു പേര് കൊടുക്കുമ്പം അതിന് ചില റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ സ്പേസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. സ്പേസിന് പകരം നമ്മൾക്ക് അണ്ടർസ്ക്വയർ കൊടുക്കാം ഫസ്റ്റ് ക്യാരക്ടറായിട്ട്. There are certain rules that should be followed while naming C identifiers. It is also called as naming convention. അപ്പം നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. They must begin with a letter or underscore. എപ്പോഴും ഒരു നെയിം എന്ന് പറയുന്നത് അണ്ടർസ്ക്വയർ അല്ലെങ്കിൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. They must consist of only letters, digits or underscore. No other special character is allowed. അപ്പം നമ്മൾ നെയിം കൊടുക്കുമ്പം ലെറ്റേഴ്സും ഡിജിറ്റ്സ് അല്ലെങ്കിൽ അണ്ടർസ്ക്വയർ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഒരിക്കലും അലൗഡ് അല്ല. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ? അറ്റ്, സ്റ്റാർ, ഇതൊക്കെ എന്താ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. ഇതൊന്നും ഒരിക്കലും അലൗഡ് അല്ല നെയിം കൊടുക്കുമ്പോൾ. ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. അപ്പോൾ എന്താ? കീവേഡ് ആയിരിക്കല്ലോ. കീവേഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, കീവേഡ് എന്ന് പറയുന്നത് ഓൾറെഡി സിസ്റ്റം റിസർവ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന നെയിംസാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കീവേഡ്സിനെ ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വേരിയബിളിൻ്റെ നെയിമായിട്ട് കീവേഡ്സിനെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ്. ഞാൻ പറഞ്ഞു വൈറ്റ് സ്പേസ് ഒരിക്കലും സിസ്റ്റം അലോഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം ഒരു പേര് കൊടുക്കുകയാണ് അനു ജോസ് എന്ന്. അപ്പോൾ അനു ജോസ് എന്നുള്ളതിൻ്റെ അനു സ്പേസ് ജോസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പേസ് ഒരിക്കലും ഇതിനകത്ത് അലൗഡ് അല്ല. അപ്പം നമ്മൾ അനു അണ്ടർസ്ക്വയർ സ്പേസ് എന്ന് കൊടുക്കേണ്ടി വരും. ഇറ്റ് ഷുഡ് ബി അപ് ടു 31 ക്യാരക്ടേഴ്സ് ലോങ് ആസ് ഓൺലി ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ 31 ക്യാരക്ടേഴ്സ് കൂടുതൽ അലൗഡ് ആകാനും പറ്റത്തില്ല. നമ്മളൊരു വേരിയബിളിന് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് 31 ക്യാരക്ടേഴ്സ് കൂടുതൽ അലൗഡ് അല്ല. അത് ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് ഐഡൻറ്റിഫയേഴ്സിൻ്റെ ചില എക്സാമ്പിൾസ് ഇനി നോക്കാം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അണ്ടർസ്ക്വയർ A9 ഇതെന്ന് പറയുന്ന ഒരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്പേസ് കൊടുക്കാതെ അണ്ടർസ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. temp.var ഇത് ഇൻവാലിഡ് ആണ്. as it contains സ്പെഷ്യൽ ക്യാരക്ടർ അതർ ദാൻ ദി അണ്ടർസ്ക്വയർ. ഇപ്പം ടെമ്പ് ഡോട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഒരു ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. നെക്സ്റ്റ് നോക്കിക്കേ. വോയിഡ് എന്ന് പറയുന്നതും ഇൻവാലിഡ് ആണ്. കീവേഡ് ആണ് വോയിഡ്, അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ളത് അണ്ടർസ്ക്വയർ A9. അപ്പം നമ്മൾ ഐഡൻറ്റിഫയർ യൂസ് ചെയ്ത് നെയിംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് വേരിയബിൾസിന് നെയിം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. C constants refer to the data names that do not change their value during the program execution. അപ്പോൾ എന്താ? C constants എന്ന് പറയുമ്പം ഡേറ്റ ഐറ്റംസ് ആണ്. അതിൻ്റെ വാല്യൂ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താ? എപ്പോഴും സ്ഥിരമായിരിക്കും അല്ലേ. അപ്പോൾ ഒരിക്കലും അതിൻ്റെ വാല്യൂ ഡേറ്റ ഐറ്റംസിൻ്റെ വാല്യൂ ഒരിക്കലും മാറുന്നില്ല. അങ്ങനെയുള്ള ഡേറ്റ ഐറ്റംസിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സെവറൽ ടൈപ്സ് ഓഫ്
ടൈപ്സ് ഓഫ് സി കോൺസ്റ്റൻസ് ദാറ്റ് ആർ അലൗഡ് ഇൻ സി ആർ. അപ്പം താഴെ തന്നേക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി കോൺസ്റ്റൻറ്റുകളാണ്. ഫസ്റ്റ് വൺ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആർ വോൾ നമ്പേഴ്സ് വിത്തൗട്ട് എനി ഫ്രാക്ഷൻ പാർട്ട്. ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 digit ആൻഡ് മേ കണ്ടെയ്നിങ് എയ്തർ പ്ലസ് ഓർ മൈനസ് സൈൻ. എ നമ്പർ വിത്ത് നോ സൈൻ ഈസ് അസ്യൂംഡ് ടു ബി പോസിറ്റീവ്. ഇപ്പം ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പം ഒരിക്കലും ഒരു വോൾ നമ്പറാണ്, ഫ്രാക്ഷണൽ പാർട്ടിനെ അലോഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി പ്ലസ് ഓർ മൈനസ് സിമ്പൽ യൂസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഇൻറ്റിജർ കോൺസ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഡിജിറ്റ്സ് 0 through 9 preceded by an option minus or plus sign. എക്സാമ്പിൾ ഓഫ് വാലിഡ് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. അപ്പം ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പം 0 തൊട്ട് 9 വരെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഇൻറ്റിജർ കോൺസ്റ്റൻസിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 0, 341, -341 എന്നൊക്കെ. അപ്പം നമ്മൾ ഒരു നമ്പർ സൈൻ കൂടാതെ എഴുതുവാണെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ഇൻറ്റിജർ കോൺസ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ഫ്രം സെറ്റ് ഓഫ് 0 through 7 സ്റ്റാർട്ടിങ് വിത്ത് 0 ഈസ് സെഡ് ടു ബി ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. അപ്പം ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പം 0 സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് വാലിഡ് ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് 010, 0424, 00540. ഇതൊക്കെയൊക്കെ ഓരോ ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആർ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ഹാവിംഗ് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് പ്രിസീഡഡ് ബൈ 0x or 0x. They may also include alphabets from A to F representing numbers 10 to 15. അപ്പോൾ നമ്മൾ 10 to 15 എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആൽഫബറ്റ് A to Z, F ആണ് യൂസ് ചെയ്യുന്നത്. 10നെ റെപ്രസെൻറ്റ് ചെയ്യാൻ എയും, B എന്ന് പറയുന്നത് 11ഉം, അങ്ങനെ 12 എന്ന് പറയുന്നത് C, അങ്ങനെ F എന്ന് പറയുന്ന അങ്ങനെ എക്സെട്ര F എന്ന് പറയുന്നത് 15. അങ്ങനെയാണ് ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസിനെ നമ്മൾ എഴുതുന്നത്. അപ്പം ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ 0x എന്നുള്ളത് എഴുതും. അങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണോ അതെന്ന് തിരിച്ചറിയുന്നത്. വാലിഡ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണ് താഴെ തന്നേക്കുന്നത്. 0xD, 0x8D, 0xBD. ഇപ്പോൾ ഈ D എന്ന് പറയുന്നത് എന്താ? D എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് 10നെ സൂചിപ്പിക്കുന്നു, B എന്ന് പറയുന്നത് 11, C എന്ന് പറയുന്നത് 12, D എന്ന് പറയുന്നത് 13. ഇപ്പോൾ 13 എന്ന് പറയുന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് D എന്ന് പറയുന്നത്. OX എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നതോ ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ് 0x എന്ന് പറയുന്നത്. It should be noted that octal and hexadecimal integer constants are rarely used in programming. നമ്മൾ സാധാരണ പ്രോഗ്രാമിങ്ങിന് octal അല്ലെങ്കിൽ hexadecimal integer constant യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, റിയൽ കോൺസ്റ്റൻസ്. ദ നമ്പേഴ്സ് ഹാവിംഗ് ഫ്രാക്ഷണൽ പാർട്സ് ആർ കോൾഡ് റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്. ദീസ് മേ ബി റെപ്രസെൻറ്റഡ് ഇൻ one of the two forms of fractional form or exponent form and may also have either plus or minus sign preceding it. ഇപ്പം റിയൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷണൽ പാർട്സിനെയാണ് റിയൽ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറയും. ഫ്രാക്ഷണൽ പാർട്സ് നമ്മൾ എന്താ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്താലേ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാലിഡ് ആയിട്ടുള്ള റിയൽ കോൺസ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് തന്നേക്കുന്നത്. 0.09 എന്ന് പറയുന്നത് ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ -0.09
905 എന്ന് പറയുന്നത് ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മൈനസ് സിമ്പിൾ ഉള്ളതുകൊണ്ട് നമ്മളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളുണ്ട്. എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കണ്ടെയ്ൻസ് വൺ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിതിൻ സിംഗിൾ കോട്ട്സ്. എക്സാമ്പിൾ ഓഫ് വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്സ് ആർ സിംഗിൾ കോട്ട്സ് എ, സിംഗിൾ കോട്ട്സ് ഇസഡ്, സിംഗിൾ കോട്ട്സ് 5. അപ്പം ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ സിംഗിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്തേക്കുന്നതിനെയാണ് ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ 5 എന്ന് പറയുന്നതും ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. It should be noted that character constants have numerical values known as ASCII values. For example, the value of A is 65, which is its ASCII value. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന A എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്താ സിംഗിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യത്തുള്ളൂ. എ എന്ന് പറയുന്നത് എന്താ ഒരു ആസ്കി വാല്യൂ ആണ്. ആസ്കി എന്ന് പറയുമ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്ന എ തൊട്ട് ഇസഡ് വരെയുള്ള ആൽഫബറ്റ്സിനൊക്കെ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 65 ആണ്. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്പറുകൾ അല്ലേ, സീറോസിനെയും വൺസിനെയും ഒക്കെ തിരിച്ചറിയാനേ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുക്കേക്കുന്ന ഈ ക്യാരക്ടേഴ്സൊക്കെ എന്താ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് സിസ്റ്റം അത് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്ന ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ക്യാരക്ടർ 65 ആണ്. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എയ്ക്കും എന്താ ഒരു ആസ്കി കോഡ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഓർ എസ്കേപ്പ് സീക്വൻസസ്. സി അലൗസ് അസ് ടു ഹാവ് certain non-graphic characters in character constant. Non-graphic characters are those characters that cannot be typed directly from keyboard. For example, tabs, carriage, return, etc. These non-graphic characters can be represented by using escape sequences represented by a backslash followed by one or more characters. അപ്പം എസ്കേപ്പ് ക്യാരക്ടേഴ്സ് നമ്മൾ നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിന് ഈ സി പ്രോഗ്രാമിങ് അലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഈ നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരു ബാക്ക് സ്ലാഷും കൂടെ കൊടുക്കുന്നുണ്ട്. ബാക്ക് സ്ലാഷ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എസ്കേപ്പ് സീക്വൻസസ് എഴുതുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ സിംഗിൾ കോട്ട്സിനകത്ത് ബാക്ക് സ്ലാഷ് ഫോളോ ചെയ്താണ് സാധാരണ ഇത് എഴുതുന്നത്. നോട്ട് ആൻ എസ്കേപ്പ് സീക്വൻസ് കൺസ്യൂംസ് ഓൺലി 1 byte ഓഫ് സ്പേസ് ആസ് ഇറ്റ് റെപ്രസെൻറ്റ് എ സിംഗിൾ ക്യാരക്ടേഴ്സ്. അപ്പം എസ്കേപ്പ് സീക്വൻസ് നമ്മൾ എഴുതുമ്പോൾ 1 byte സ്പേസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എഴുതുമ്പോൾ ഓർക്കുക, ഒരു ബാക്ക് സ്ലാഷും കൂടെ എഴുതി കഴിഞ്ഞാലേ അതൊരു സിസ്റ്റം അത് എസ്കേപ്പ് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും സിസ്റ്റം അത് ഒരു എസ്കേപ്പ് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയില്ല. ഇവിടെ ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത് എസ്കേപ്പ് സീക്വൻസുകളാണ്. ഇവിടെ എ എന്ന് പറയുന്നത് ഓഡിബിൾ അലേർട്ട് ബെല്ലിനെയും, ബി എന്ന് പറയുന്നത് ബാക്ക് സ്പേസിനെയും, എഫ് എന്ന് പറയുന്നത് ഫോം ഫീഡിനെയും, എൻ ന്യൂ ലൈന്, 6 കാർട്ടേജ് റിട്ടേൺ, ടി ഹൊറിസോണ്ടൽ ടാബ്, വി വെർട്ടിക്കൽ ടാബ്, സ്ലാഷ് ബാക്ക് സ്ലാഷ്, ഡബിൾ കോഡ്സ്, ഡബിൾ കൊട്ടേഷൻ മാർക്ക്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, നള്ള്. അപ്പം ഈ എസ്കേപ്പ് സീക്വൻസുകൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബാക്ക് സ്ലാഷ് എ, ബാക്ക് സ്ലാഷ് ബി, ബാക്ക് സ്ലാഷ് എഫ് എക്സെട്ര ബാക്ക് സ്ലാഷ് കൊടുത്താലേ നമുക്ക് ബാക്ക് സ്ലാഷ് പ്രിൻ്റ് ചെയ്ത് വരത്തുള്ളൂ. ബാക്ക് സ്ലാഷ് ഡബിൾ കോഡ്സ് കൊടുത്താലേ നമുക്ക് ഡബിൾ കോഡ്സ് പ്രിൻ്റ് ചെയ്ത് വരത്തുള്ളൂ. ബാക്ക് സ്ലാഷ് സിംഗിൾ കോഡ്സ് കൊടുത്താലേ നമുക്ക് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് പ്രിൻ്റ് ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എഴുതുമ്പോൾ ഒരു ബാക്ക് സ്ലാഷും കൂടെ ഇടണം. ഇനി നെക്സ്റ്റ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ്സ് ആർ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിതിൻ ഡബിൾ കോഡ്സ്. ഫോർ എക്സാമ്പിൾ, ഡബിൾ കോഡ്സ് ഹലോ, ഡബിൾ കോഡ്സ് ABC, ഡബിൾ കോഡ്സ് ഹലോ
9113. Every string constant is automatically terminated with a special character double quotes called null character which represent the end of the string. അപ്പം നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റൻസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെയാണ് സ്ട്രിങ് കോൺസ്റ്റൻസിനെ. സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഡബിൾ കോഡ്സിനകത്ത് എൻക്ലോസ് ചെയ്തേക്കുന്നതാണ് സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ഡബിൾ കോഡ്സ് ഹലോ എന്ന് എഴുതി കഴിഞ്ഞാലും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു നൾ ക്യാരക്ടർ /0 എന്ന് പറയുന്ന ഒരു നൾ ക്യാരക്ടർ അവസാനം എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് സിസ്റ്റം തന്നെ ചെയ്തോളും. ഫോർ എക്സാമ്പിൾ, ഹലോ വിൽ represent hello in the memory. Thus the size of string is the total number of characters plus 1 for null character. അപ്പം നമ്മൾ ഹലോ എന്ന് പറയുന്ന ഒരു വേർഡാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇത് മെമ്മറി സൂക്ഷിച്ച് ചെയ്ത് വെക്കുമ്പോൾ ഹലോ പ്ലസ് ഒരു നൾ ക്യാരക്ടറും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെമ്മറി സൈസ് എന്ന് പറയുന്നത് ഹലോ പ്ലസ് നൾ ക്യാരക്ടർ സൈസാണ്. The following next special symbols. The following special symbols are used in C having some special meaning and thus cannot be used for some other purposes. നമ്മൾ താഴെ തന്നേക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ഇതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതിന് അതർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഇതിനൊക്കെ എന്താ ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അങ്ങനെയുള്ള സ്പെഷ്യൽ സിമ്പിൾസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ബ്രേസസ്. ദീസ് ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് കേർലി ബ്രേസസ് മാർക്സ് ദി സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ബ്ലോക്ക് ഓഫ് കോഡ് കണ്ടെയ്നിങ് മോർ ദാൻ വൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ ബ്രേസസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ എൻഡിങ് കാണിക്കാനാണ്. നമ്മൾ ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും ഇൻറ്റു മെയിൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേർലി ബ്രേസും കൊണ്ടാണ്, ലാസ്റ്റ് നമ്മൾ കേർലി ബ്രേസും കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഈ കേർലി ബ്രേസിന് എന്താ ഒരു സ്പെഷ്യൽ മീനിങ് തന്നെയുണ്ട്. അതൊരു കോഡിൻ്റെ എൻഡിങ്ങിനെ അല്ലെങ്കിൽ കോഡ് ഓഫ് ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിനെ അല്ലെങ്കിൽ എൻഡിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണ ബ്രേസസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പാരന്തസിസ്. ദീസ് സ്പെഷ്യൽ സിമ്പിൾസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഫങ്ഷൻ കോൾസ് ആൻഡ് ഫങ്ഷൻ പാരാമീറ്റേഴ്സ്. അപ്പം നമ്മൾ ഫങ്ഷൻ കോൾസ് അല്ലെങ്കിൽ ഫങ്ഷൻ പാരാമീറ്റേഴ്സ് എഴുതാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പാരന്തസിസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്രാക്കറ്റ്സ്. Opening and closing brackets are used as array element reference. This indicates single and multi-dimensional subscript. അപ്പം ബ്രാക്കറ്റ് നമ്മൾ സാധാരണ അറേ എലമെൻ്റ് എഴുതുമ്പോഴാണ് നമ്മൾ സാധാരണ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ സിമ്പിൾസിനൊക്കെ സ്പെസിഫിക് മീനിങ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ്, C operators. C operators are symbols that trigger an action when applied to C variables and other objects. The data items on which operators act upon called operands. അപ്പോൾ C operands എന്ന് പറയുമ്പോൾ C വേരിയബിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് C ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് ദാറ്റ് ഓപ്പറേറ്റർ ക്യാൻ ആക്ട് അപ്പോൺ, ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അപ്പം നമ്മുടെ ഓപ്പറൻസിൻ്റെ നമ്പറിനെ അടിസ്ഥാനമാക്കി ഓപ്പറേറ്റേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണറി, ബൈനറി, ടെർണറി ഓപ്പറേറ്റേഴ്സ്. Those operators that require only single operand to act upon are called a unary operator. അപ്പം ഒരു only one operand ഉണ്ടെങ്കിൽ നമ്മളതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. ബൈനറി ഓപ്പറേറ്റർ, those operator that require two operands to act upon called binary operators. അപ്പം ബൈനറി ഓപ്പറേറ്റേഴ്സിന് എന്താ 2 operands ഉണ്ട്. ടെർണറി ഓപ്പറേറ്റേഴ്സ്, these operators require 3 operands to act upon. ഇപ്പം 3 ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ബൈനറി ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ് 3+4. 3+4 എന്ന് പറയുമ്പോൾ എന്താ 2 ഓപ്പറാൻഡ്സ്. 3യും 4 എന്ന് പറയുന്നത് ഓപ്പറാൻഡ്സും പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററുമാണ്. ഇത് നമ്മൾ C പ്രോഗ്രാമിങ്ങിന് എഴുതുമ്പോൾ സാധാരണ A+B എന്നൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ A, B എന്ന് പറയുന്നതൊക്കെ എന്താ ഓരോ ഓപ്പറാൻഡുകളാണ്. പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. യൂണറി ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
++3 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ++a എന്ന് എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ 3 ആണെങ്കിൽ ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ++a ++b -b ഇതൊക്കെ എന്താ ഓരോ യൂണറി ഓപ്പറേറ്ററുകളാണ്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് നമുക്ക് പഠിക്കാം.